Good morning. So next we can see what are the difference between bailment and pledge. Okay, first see what are the similarities. So നിങ്ങൾക്കറിയാം bailment എന്ന് പറഞ്ഞാൽ എന്താ, ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ സം പേർപ്പസ് ആൻഡ് വെൻ ദാറ്റ് പേർപ്പസ് ഇസ് അക്കംപ്ലിഷ്ഡ് ദ ഗുഡ്സ് ആർ റിട്ടേൺ ബാക്ക് ടു ദി ബെയിലർ. ഓക്കെ, നേരെ മറിച്ചിട്ട് പ്ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഇതും ഡെലിവറി തന്നെയാണ്. പക്ഷേ ഈ ഡെലിവറി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ് വെയർ എ തിങ് ഈസ് ഡെലിവേർഡ് ആസ് സെക്യൂരിറ്റി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. ഓക്കെ, അപ്പോൾ എന്തിനെങ്കിലുള്ള ഒരു പണയം പോലെയാണ് നമ്മൾ പണയത്തിന് വെക്കുക എന്ന് പറയില്ല, നമ്മളൊരു എന്താ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലെഡ്ജ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ടിലും in both bailment and pledge, delivery of goods is more important. Okay, then in both possession of goods alone is transferred, ownership is retained by the owner. Then in the case of in both movable properties alone are the subject matter of the contract. എങ്ങനെയുള്ള ഗുഡ്സ് മാത്രമേ നമ്മൾ ഡെലിവർ ചെയ്യുന്നുള്ളൂ? മൂവബിൾ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി ബോത്ത് ആർ ക്രിയേറ്റഡ് ബൈ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. ബെയിൽമെൻറ്റിലാണെങ്കിൽ ബെയിലറും ബെയിലിയും തമ്മിലുള്ള എഗ്രിമെൻറ്റാണ്. പ്ലെഡ്ജിലാണെങ്കിൽ പ്ലെഡ്ജർ ആൻഡ് പ്ലെഡ്ജി തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റാണ്. ഓക്കെ, ഇനി ഇൻ ബോത്ത് ഗുഡ്സ് ആർ ടു ബി റിട്ടേൺ ഓൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പേർപ്പസ് ഫോർ വിച്ച് ഗുഡ്സ് ആർ ബെയിൽഡ് ഓർ ഓൺ ദി എക്സ്പയറി ഓഫ് ഫിക്സഡ് ടൈം. രണ്ടിലും ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണോ പേർപ്പസ് അല്ലെങ്കിൽ എത്ര കാലത്തേക്കാണോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പേർപ്പസ് കഴിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ ദീസ് ആർ ദ സിമിലാരിറ്റീസ്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഡിഫറൻസസ്. ഫസ്റ്റ് ഡിഫറൻസ് ഇസ് പ്ലെഡ്ജ് ഇസ് എ ബെയിൽമെൻറ്റ് ഫോർ ഗുഡ്സ് ഫോർ എ സ്പെസിഫിക് പേർപ്പസ്. അവിടെ നമ്മൾ ഗുഡ്സ് പ്ലെഡ്ജിൽ ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ബെയിൽ ചെയ്യുന്നത്? ആസ് എ സെക്യൂരിറ്റി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. നേരെ മറിച്ചിട്ട് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ഫോർ എ പേർപ്പസ് ഓഫ് എനി കൈൻഡ്. ബെയിൽമെൻറ്റിൽ നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? എന്ത് ആവശ്യത്തിനാവാം. ചിലപ്പോൾ റിപ്പയർ ചെയ്യാനാവാം, ചിലപ്പം വേറെ എന്തിനെങ്കിലും ആവാം. അപ്പം ബെയിൽമെൻറ്റിൽ എന്താണെന്നാണ് പറയുന്നത്? It is for any purpose. And second difference, in the case of non-payment, bailee can retain the goods bailed, but he cannot sell it. ബെയിൽമെൻറ്റിൽ ബെയിലിക്ക് എന്തിനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ? റൈറ്റ് ഓഫ് ലീൻ മാത്രമേ ഉള്ളൂ. അപ്പം പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഹി ക്യാൻ റീറ്റെയിൻ ദ ഗുഡ്സ്, ബട്ട് ഇൻ ദ വിൽക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല. But in the case of pledge, pledgee can sell the goods if the amount due to him is not paid. അതായത് പ്ലെഡ്ജിക്ക് എന്തിനുള്ള റൈറ്റും കൂടെ ഉണ്ട്, റീറ്റെയിൻ ചെയ്യുക മാത്രമല്ല, ആഫ്റ്റർ ഡ്യൂ നോട്ടീസ് ഹി ക്യാൻ സെൽ ദ ഗുഡ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതാണ് നമ്മൾ ഈ ഗോൾഡൊക്കെ പണയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഫിക്സഡ് പീരിയഡ്, ഒരു കുറേ കഴിയുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും? ഓപ്ഷൻ നടത്തുന്നത്. സോ പ്ലെഡ്ജി ക്യാൻ സെൽ ദ ഗുഡ്സ് ഇഫ് ദി എമൗണ്ട് ഡ്യൂ ടു ഹിം ഇസ് നോട്ട് പെയ്ഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ജീനസ്, വെയറാസ് പ്ലെഡ്ജ് ഇസ് എ സ്പീഷീസ് ഓഫ് ബെയിൽമെൻറ്റ്. അതായത് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഡെലിവറിയും ബെയിൽമെൻറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. നേരെ മറിച്ചിട്ട് ഈ പ്ലെഡ്ജ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ് ഓൺലി. സ്പീഷീസ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് എന്ത് പേർപ്പസിന് വേണ്ടി മാത്രമാണ്, ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടി മാത്രമാണ് പ്ലെഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻറ്റ്, ബെയിലി ഈസ് ബൗണ്ട് ടു റിട്ടേൺ ദ ഗുഡ്സ് ഓൺ ഡിമാൻഡ് ബൈ ദി ബെയിലർ. ഗ്രാറ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? വേർ നോ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. അങ്ങനെയാവുന്ന സമയത്ത് എപ്പോഴാണോ ബെയിലർ ഡിമാൻഡ് ചെയ്യുന്നത്, അപ്പം എന്ത് ചെയ്യണം? ബെയിലി ഷുഡ് റിട്ടേൺ ദ ഗുഡ്സ്. But pledgee is not bound to return the goods delivered as security on demand by bailer unless and until the debt is repaid or promise is performed.
നേരെ മറിച്ച് പ്ലഡ്ജിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പണയത്തിന് വെച്ചിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാണ്ട് പ്ലഡ്ജറിന് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. പ്ലഡ്ജ് തിരിച്ചു കൊടുക്കൂല ചോദിച്ചാലും, കാരണം അയാൾക്ക് കിട്ടാനുള്ള എമൗണ്ട് കിട്ടിക്കഴിഞ്ഞത് ഒരു സെക്യൂരിറ്റി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ആണ് പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അയാൾക്ക് എന്താണോ കിട്ടാനുള്ളത് അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ എന്താക്കുള്ളൂ, ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ. The next one is, on a bailment, what passes to bailee is a right of possession of goods bailed. Whereas on pledge, pledgee obtains a special property in the goods pledged. അതായത് ബെയിൽമെൻറ്റിൽ ബെയിലിക്ക് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ, ഓൺലി ദ റൈറ്റ് ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ്. നേരെ മറിച്ചിട്ട് പ്ലെഡ്ജിൽ പ്ലെഡ്ജി ഒബ്റ്റെയിൻസ് എ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. ഒരു പ്രത്യേക അവകാശം തന്നെയാണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അഥവാ എമൗണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് വിൽക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, പ്ലെഡ്ജിക്കുണ്ട്. സോ പ്ലെഡ്ജി ഒബ്റ്റെയിൻസ് എ സ്പെഷ്യൽ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. ദെൻ ലാസ്റ്റ് വൺ ഇസ്, ഇൻ ദി കേസ് ഓഫ് bailment, a bailee may use the goods bailed as per the terms of the contract. എന്താണോ ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റ് അത് പ്രകാരം ബെയിലിക്ക് എന്താക്കാം, ഗുഡ്സ് യൂസ് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കണം, അൺഓതറൈസ്ഡ് യൂസ് പറ്റില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഹി ക്യാൻ യൂസ് ദ ഗുഡ്സ് ആസ് പെർ ദ ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റ്. നേരെ മറിച്ച് പ്ലെഡ്ജിക്ക് എന്തിനുള്ള യാതൊരു റൈറ്റും ഇല്ല. പോണി ഹാസ് നോ റൈറ്റ് ഓഫ് യൂസിങ് ദ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചോളൂ. 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്താ പ്ലെഡ്ജ്, എന്താണ് ബെയിൽമെൻറ്റ് എന്ന് എഴുതുക, ഈ ഡിഫറൻസസ് എഴുതും. ഓക്കെ. ഇനി ലാസ്റ്റ്, പ്ലെഡ്ജ് ബൈ നോൺ ഓണർ. അതായത് നമ്മളെ സ്വന്തം അല്ലാത്തൊരു സാധനം പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം വേറെ ആരുടെയെങ്കിലും ഗോൾഡൊക്കെ വാങ്ങി കൊണ്ടുപോയി പണയം വെക്കുകയൊക്കെ ചെയ്യുമല്ലോ, ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടി. അങ്ങനെയാവുന്ന സമയത്ത് പ്ലെഡ്ജ് ബൈ നോൺ ഓണർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നോൺ ഓണർ എന്ന് പറയുന്നത് ദ വൺ ഹൂസ് നോട്ട് എൻ ഓണർ ക്യാൻ മേക്ക് എ വാലിഡ് പ്ലെഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പം ആരൊക്കെയാണ്? എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഹൂ ഇസ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ഓണർ ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ് or of the document of title to goods can make a valid pledge of goods while acting in the ordinary course of business of a mercantile agent. അതായത് ഏജൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഏജൻസി. അപ്പം ഈ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ്, ഹി വർക്ക്സ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൾ. അയാളുടെ ശരിക്കും ഓണർ ആരാണോ, ബോസിന് വേണ്ടിയിട്ട് അയാളുടെ എല്ലാ ഇതിലും എന്താ ചെയ്യുക, പ്രവർത്തിക്കുക ചെയ്യുക ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൾ. തേർഡ് പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഏജൻ്റ് ആയിരിക്കും, പക്ഷേ എല്ലാത്തിനും ഉത്തരവാദി ആരായിരിക്കും, പ്രിൻസിപ്പൾ ആയിരിക്കും. അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റാണ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പം മെർക്കൻറ്റൈൽ ഏജൻറ്റിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഹി ക്യാൻ, അയാളുടെ കയ്യിൽ എന്തൊക്കെ ശരിക്കും പ്രിൻസിപ്പളുടെ ഗുഡ്സ് ആയിരിക്കില്ലേ ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ആ പൊസഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഹി ക്യാൻ മേക്ക് എ വാലിഡ് പ്ലെഡ്ജ് ഓഫ് ഗുഡ്സ്. ഓക്കെ. സച്ച് എ പ്ലെഡ്ജ് വിൽ ബി വാലിഡ് ഈവൻ ഇഫ് ദി ഏജൻറ്റ് ഹാസ് നോ അതോറിറ്റി ടു പ്ലെഡ്ജ് പ്രൊവൈഡഡ് ദാറ്റ് ദ പോണി ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. Then second person, a person having possession of goods under a voidable contract can make a valid pledge of goods so long as the contract is not rescinded. ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഗുഡ്സോ ആണെങ്കിൽ അതും എന്താക്കാം, പ്ലെഡ്ജ് ചെയ്യാം. പക്ഷേ പോണി എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്, ഹി ആക്റ്റഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. അവിടെ പോണിക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല. നോൺ ഓണർ അല്ല ഇത് പ്ലെഡ്ജ് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അയാൾ അത് ഇൻവാലിഡായി പോകുന്നൊന്നുമില്ല. പക്ഷേ അവിടെ ആ പ്ലെഡ്ജ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ എന്താവരുത് എന്നാണ് പറയുന്നത്, റെസിൻറ്റായി പോവരുത്, അതായത് വോയിഡായി പോവാൻ പാടില്ല. The pawnee gets a good title to the goods provided he acts in good faith and without the notice of pawner's defect of title. The next one, where a person pledges goods in which he has only a limited interest. ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ 2-3 ആളുടെ പേരിലുള്ള വീടാണ് വിചാരിച്ചത്, അവിടെ ഒരാളുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അയാൾക്ക് ഉള്ളതല്ലല്ലോ, ഹി ഹാസ് എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ പ്ലെഡ്ജ് ഇസ് വാലിഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദാറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ഷെയർ എത്രയാണോ
അതിന് അയാൾക്ക് പ്ലെഡ്ജ് ചെയ്യാം. ഓക്കെ. Then, if one of the several co-owners is in sole possession of the goods with the consent of the owners, he can make a valid pledge of the goods. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനത്തിന് കുറേ ഓണേഴ്സ് ഉണ്ട്, കോ ഓണേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് എന്താക്കാം എന്നാണ് പറയുന്നത്, he can make a valid pledge. ഇനി എ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ ഇസ് നോ മോർ ഓണർ ഓഫ് ദ ഗുഡ്സ് ബട്ട് എ പ്ലെഡ്ജ് ക്രിയേറ്റഡ് ബൈ ഹിം വിൽ ബി valid provided Pony acted in good faith and had no notice of previous sale. ഇനി ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സെല്ലർ ആരല്ല, ഹീസ് നോട്ട് ദ ഓണർ, ബയറായി കഴിഞ്ഞ ഓണർ. അപ്പം ഇനി ആ വിറ്റ സാധനം വീണ്ടും പ്ലെഡ്ജ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലെഡ്ജും വാലിഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, പോണി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവാനും പാടില്ല. പോണി ആക്റ്റഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. പ്ലെഡ്ജ് ക്രിയേറ്റഡ് ബൈ ഹിം വിൽ ബി വാലിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ.